നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. മയാ സന്തുഷ്ട മാനസ സർവ സുഖമയ ദിശ. ഇത് ഭാഗവതത്തിലെ ഒരു വരിയാണ്. ഈശ്വരനിൽ സന്തോഷം കണ്ടെത്തുന്നയാൾക്ക് എല്ലായിടത്തും സുഖമയം എന്നാണ് ഇതിനർത്ഥം. സുഖദുഃഖങ്ങളുടെ സ്ഥാനം എവിടെയാണ്? വസ്തുക്കളിലോ വ്യക്തികളിലോ ആണോ? അല്ലെന്നാണ് ആചാര്യപക്ഷം. നമ്മുടെ മനോഭാവത്തിലാണ് സുഖദുഃഖങ്ങളിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് പ്രതികൂലമായി തോന്നുന്നതെല്ലാം ദുഃഖമായി അനുഭവപ്പെടുന്നു. മനസ്സിന് അനുകൂലമായി തോന്നുന്നതെല്ലാം സുഖമായും. പ്രതികൂലമെന്നും അനുകൂലമെന്നുമുള്ള ഭാവം മനസ്സിൽ നിന്നും നീങ്ങിയാൽ ദുഃഖമെന്നും സുഖമെന്നുമുള്ള അനുഭവവും ഇല്ലാതെയാകും. ഇന്ന് പ്രതികൂലമായി തോന്നുന്നത് കൊണ്ട് ദുഃഖം നൽകുന്ന അനുഭവം നാളെ അനുകൂലമായി അനുഭവപ്പെട്ടാൽ സുഖം നൽകും. ഈശ്വരനിൽ സമർപ്പണം വരുമ്പോൾ എവിടെയും നമുക്ക് അനുകൂല ഭാവമേ കാണാൻ കഴിയൂ. അവിടെ ദുഃഖം അനുഭവപ്പെടില്ല. സർവത്ര സുഖമാണ് അങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുന്നത്. ഇനി ശ്രീ കാവലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലാപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമ ദയാനിധേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ, ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ. അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. ഇനി രാമായണ ദർശനം. ശ്രീരാമൻ കാട്ടിൽ വിശ്രമിക്കുന്നിടത്ത് രഥത്തിൻ്റെ ചക്രപ്പാടുകൾ നോക്കി അയോധ്യാവാസികൾ ഭൂരിഭാഗവും എത്തിച്ചേരുന്നു. ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരണം എന്നാണ് അവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ വനവാസത്തിന് അവരും തയ്യാറാകുമെന്ന് അറിയിക്കുന്നു. പൗരജനങ്ങളുടെ മുന്നിൽ വിഷമസ്ഥിതിയിലായ ശ്രീരാമൻ്റെ അവസ്ഥയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വർണ്ണിക്കുന്നത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും സുമന്ത്രരാൽ നയിക്കപ്പെടുന്ന രഥത്തിൽ വനയാത്ര ചെയ്തു. അത്യന്തം ദുഃഖിതരായി
പൗരജനങ്ങളും പിന്നാലെ പോവുകയാണ്. ദശരഥൻ്റെ അതിദീനമായ സ്ഥിതി അത് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു. മന്നവൻ താനം ചിരം വിലാപിച്ചഥ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗ്രഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും. രാമൻ കൺവെട്ടത്തിൽ നിന്ന് മറയുന്നത് വരെ കരഞ്ഞുകൊണ്ട് നോക്കി നിന്ന ദശരഥൻ ബോധരഹിതനായി താഴെ വീണു. അനന്തരം ബോധം തെളിഞ്ഞ ശേഷം തന്നെ കൗസല്യയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ പരിചാരകന്മാരോട് പറയുകയാണ്. അവർ ദശരഥനെ എടുത്ത് കൗസല്യയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഇത്രയും കാലം കൈകേയിയോടൊത്തു തന്നെ കഴിയുന്ന ആളാണ്. പട്ടമഹിഷി കൗസല്യയാണെങ്കിലും ആതുരനായ ദശരഥൻ എപ്പോഴും കൈകേയിയുടെ കൂടെ തന്നെയാണ്. അതിൽ വലിയൊരു പരിവർത്തനമാണ് കൗസല്യയുടെ ഭവനത്തിലേക്ക് പോയി ദശരഥൻ. അവിടെ തീർത്തും ദുഃഖിതനായി മോഹിച്ചുമുണർന്നും അങ്ങനെ കഴിയുകയാണ്. തുടർന്ന് ദശരഥനിലേക്ക് നമ്മൾ വീണ്ടും വരും. അതിനു മുമ്പായി രാമനെ അനുയാത്ര ചെയ്യുന്നു ഇവിടെ. നോക്കൂ, ശ്രീരാമനും തമസാ നദി തന്നോടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. ഒരു യാത്ര ചെയ്ത് തമസാ നദിയുടെ തീരത്ത് രാത്രിയിൽ വിശ്രമിക്കുകയാണ്. വെറും വെള്ളം മാത്രം കഴിച്ച് മറ്റ് യാതൊരു ഭക്ഷണവുമില്ലാതെ സീതയോടുകൂടെ ഒരു മരച്ചുവട്ടിൽ രാമൻ കിടക്കുകയാണ്. അരികെ തന്നെ അമ്പും വില്ലും എടുത്ത് തയ്യാറായിക്കൊണ്ട് ജാഗ്രതയോടുകൂടി ലക്ഷ്മണൻ കാവൽ നിന്നു. സുമന്ത്രരുമായി പലവിധ ദുഃഖവൃത്താന്തങ്ങൾ. ദുഃഖം മാത്രമാണ് അവിടെ. കാരണം രാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ട ദിവസം, ആ ദിവസമാണ് വനയാത്രയ്ക്ക് നിയുക്തനാകുന്നത്. ഇത്രയും കാലം കൊട്ടാരത്തിലെ എല്ലാ സൗഖ്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ രാമൻ അതിലുപരി കോമളഗാത്രിയായ സീത, അവരാണ് വെറും നിലത്ത് മരച്ചുവട്ടിൽ മണ്ണിൽ കിടക്കുന്നത്. ആ കാഴ്ച ഹൃദയഭേദകമാണ്. അതിനെ സംബന്ധിക്കുന്ന വൃത്താന്തങ്ങളൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ലക്ഷ്മണനും സുമന്ത്രരും ജാഗ്രതയോടുകൂടി രാത്രി കഴിക്കുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായികിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കലുറച്ചു മരുവിനാറ്. അയോധ്യയിലെ ഭൂരിഭാഗം പൗരജനങ്ങളും ആ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഈയൊരു വിഷയം വിശദമായി വാൽമീകീയത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗതയിൽ ഓടുന്ന തേരിൻ്റെ കൂടെ ഓടാൻ പലർക്കും സാധിച്ചിട്ടില്ല. എന്നാലും തേരിൻ്റെ ചക്രപ്പാട് നോക്കി എല്ലാവരും എത്തി രാമനും മറ്റും വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക്. വാർദ്ധക്യം കൊണ്ടും
മറ്റ് ക്ലേശങ്ങളെ കൊണ്ടും ഓടാൻ കഴിയാത്തവർ പാതി വഴിയിൽ നിന്ന് മടങ്ങിയതായിട്ടും ചിലരൊക്കെ വീണതായിട്ടും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട് വാൽമീകീയത്തിൽ. എന്നാൽ ഓടിയെത്തിയവരൊക്കെ രാമൻ്റെ പിന്നാലെ അവർ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് എത്തിച്ചേർന്നു. അവരൊരു പ്രതിജ്ഞയാണ്, രാമനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാത്ത പക്ഷം നമ്മളും വനവാസത്തിന് പോവുകയാണ് രാമൻ്റെ കൂടെ. ശ്രീരാമനെ പിരിഞ്ഞ് ഒരു ജീവിതം തങ്ങൾക്കില്ല. ഈ പ്രതിജ്ഞയിലാണ് പൗരജനങ്ങൾ. അങ്ങനെ അവർ അങ്ങുമിങ്ങുമായി ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഓരത്തായി ശ്രീരാമനും സീതയും കിടക്കുന്നു. ലക്ഷ്മണനും സുമന്ത്രനും അമ്പും വില്ലും തയ്യാറാക്കി കാവൽ നിൽക്കുന്നു. ഇതാണ് ചിത്രം. ഈ സന്ദർഭത്തിൽ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കുകയില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു, ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ. പോകനാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു, രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരും ഒരുമിച്ചിതന്നേരം, രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിയിടിനാർ ഏതുമറിഞ്ഞീല പൗരജനങ്ങളന്നേരം സുമന്ത്രരും. ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത, തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ക്ഷീണിച്ച് വിശ്രമിക്കുന്ന പൗരജനങ്ങൾ. അവിടെ ശ്രീരാമൻ ചിന്തിക്കുകയാണ്, എന്താണൊരു മാർഗം, തൻ്റെ വനയാത്രയ്ക്ക് ഇത് തടസ്സമാകുമല്ലോ. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അത്യന്തം നാടകീയ രംഗങ്ങളാണ് വനത്തിനുള്ളിൽ സംഭവിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മത്തിലേക്ക്. അഹങ്കാരം ഈശ്വര സൃഷ്ടിയല്ല, അത് തികച്ചും വ്യക്തി സൃഷ്ടിയാണ്. ഈശ്വരനിൽ നിന്നും വ്യതിരക്തമായ വ്യക്തിയിൽ അഹങ്കാരം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ് സ്വാമി ശിവാമൃതാനന്ദപുരി ഇന്ന് സനാതനധർമ്മത്തിൽ. നമ്മുടെ എല്ലാം ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട്, നമ്മൾ അറിയുന്നു. നമ്മുടെ ഉള്ളിൽ ബോധസ്വരൂപമായിട്ട് ഈശ്വരൻ കുടികൊള്ളുന്നു. പക്ഷേ നമുക്ക് ആർക്കും ആ ഈശ്വരനെ അറിയാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ഈശ്വരനിടയ്ക്കുള്ള മറ എന്താണ്? ശാസ്ത്രങ്ങൾ പറയുന്നത് അത് നമ്മുടെ തന്നെ സൃഷ്ടിയായിട്ടുള്ള അഹങ്കാരമാണെന്നാണ്. അഹങ്കാരം മാത്രമാണ് ലോകത്ത് നമ്മുടെ സൃഷ്ടി, ബാക്കിയെല്ലാം ഈശ്വര സൃഷ്ടിയാണ്. അപ്പോൾ ഈ അഹങ്കാരം നമ്മളെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? അഹങ്കാരത്തിൻ്റെ സ്വരൂപം എന്താണ്? മാത്രമല്ല ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8 ഘടകങ്ങൾ ചേർന്നാണ് എൻ്റെ അപരാപ്രകൃതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈശ്വരൻ ഈ പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുന്നത് ഈ 8 രൂപങ്ങളിൽ കൂടിയാണ്. പഞ്ചഭൂതങ്ങളിൽ കൂടിയും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ഈ പ്രപഞ്ചമായിട്ട് അദ്ദേഹം ഈശ്വരൻ തന്നെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ അഹങ്കാരം ഈശ്വരൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് പറയുന്നു. ഈശ്വരൻ്റെ തന്നെ അംശമാണ്. പഞ്ചഭൂതങ്ങളെ പോലെ ഈശ്വര സൃഷ്ടിയാണ് അഹങ്കാരം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അമ്മയെ പോലെ മഹാത്മാക്കൾ പറയുന്ന അഹങ്കാരം നമ്മുടെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലൊരു വൈരുദ്ധ്യം അവിടെ ഇല്ലേ. ഈ അഹങ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അന്ധകരണത്തിൻ്റെ പ്രകൃതം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ അന്ധകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ കൂടാതെ അവിടെ ബുദ്ധി, ഓർമ്മ, അതേപോലെ തന്നെ അഹങ്കാരം ഇതും കൂടെ വരുന്നുണ്ട്. ഈ 4 ഘടകങ്ങൾ വരുന്നുണ്ട്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ വികാര വിചാരങ്ങളുടെ പ്രവാഹമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിർണ്ണയം എടുക്കുന്നത്, തീരുമാനം എടുക്കുന്നത്, ഒരു കാര്യത്തിൽ മനസ്സ് ഉറപ്പിച്ച് വയ്ക്കുന്നത്, അതിനെ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഓർമ്മകൾ, സ്മരണകൾ, അതിനെ ചിത്തം എന്ന് പറയുന്നു. അപ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഈ 4 ഘടകങ്ങളാണ് നമ്മുടെ അന്ധകരണത്തിനുള്ളത്. ഈ ശുദ്ധമായ അഹങ്കാരം, അഹംബോധം, അഹങ്കാരം എന്നുള്ളത് പറയുന്നില്ല, അഹംബോധം, ശുദ്ധമായ അഹംബോധം വാസ്തവത്തിൽ ആത്മസ്വരൂപം തന്നെയാണ്. ആ ശുദ്ധമായ അഹംബോധം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ആര് എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ രമണ മഹർഷിയെ പോലുള്ള മഹാത്മാക്കൾ ഉദ്ദേശിക്കുന്ന ആ ശുദ്ധമായ അഹംബോധത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊന്നും ആത്മസ്വരൂപത്തെ കണ്ടെത്തുന്നത് തന്നെയാണത്. പക്ഷേ ശുദ്ധമായ അഹംബോധം എന്ത് ചെയ്യുന്നു? അത് മനസ്സിൻ്റെ ഭാവങ്ങളുമായിട്ട്, ബുദ്ധിയുടെ ഭാവങ്ങളുമായിട്ട്, ചിത്തത്തിൻ്റെ ഓർമ്മകളുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് അത് മലിനമായി തീരും. ഇപ്പം നമ്മുടെ വികാര വിചാരങ്ങൾ, നമുക്ക് ദേഷ്യം വരുമ്പോൾ
മനസ്സിൽ ദേഷ്യം വരുന്നു എന്ന് നമ്മൾ കാണുകയല്ല ചെയ്യുന്നത്, എനിക്ക് ദേഷ്യം വന്നു എന്ന് നമ്മൾ പറയുകയാണ്. ഞാനെന്നുള്ളത് എൻ്റെ എന്നുള്ള ഭാവം അവിടെ ദേഷ്യവുമായിട്ട് ബന്ധപ്പെടുന്നു, താതാത്മ്യപ്പെടുന്നു. മനസ്സിൽ കൂടെ നിരന്തരം ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിൽ കൂടെ. അപ്പോൾ എങ്ങനെയാണോ ആകാശത്തൂടെ മേഘങ്ങൾ കടന്നു പോകുന്നു, അതുപോലെ നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തകൾ കടന്നു പോകുന്നു. പക്ഷേ നമ്മൾ ആ ചിന്തകളായിട്ടെല്ലാം താതാത്മ്യപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു, ഞാൻ സങ്കല്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. അവിടെ ഞാൻ എന്നുള്ള കർത്തൃത്വം അത് ഏറ്റെടുക്കുന്നു, ചിന്തകളുടെ കർത്തൃത്വം അഹംബോധം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതേപോലെ നോർമലാണെങ്കിലും ശരി, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയായിട്ട് നേരത്തെ കണ്ട് ഉണ്ടായ അനുഭവങ്ങളെ ഉടനെ മനസ്സ് ഓർത്തു കൊണ്ടുവരുന്നു. അത് വെച്ച് ആ വ്യക്തിയെപ്പറ്റി ഒരു മുൻധാരണ ആദ്യമേ നമ്മൾ സൃഷ്ടിക്കുന്നു, എന്നിട്ടാണ് ആ വ്യക്തിയുമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ നമ്മുടെ മുൻധാരണ ഒരിക്കലും ശരിയാവണമെന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്പസമയങ്ങൾ മാത്രമേ നമ്മളുമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. ആ വ്യക്തിയുടെ ഏതോ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അപ്പോൾ ആ പരിചയം വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ധാരണ ഒരിക്കലും ശരിയായി കൊള്ളണമെന്നില്ല. പക്ഷേ ആ ധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ശരിയായ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ ഇവിടെല്ലാം ഈ അഹംബോധം ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിട്ടാണ് ഇത് അഹങ്കാരമായിട്ട് മാറുന്നത്. ഈ കർമ്മത്തിൻ്റെ എല്ലാം കർത്തൃത്വം അഹംബോധം ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിനും അഹങ്കാരം നമ്മുടെ ഈശ്വരനുമായിട്ട് നമുക്കൊരു മറയായിട്ട് മാറുന്നത് അപ്പോഴാണ്. ഈശ്വര സൃഷ്ടിയിൽ ഒരു സവിശേഷതയുള്ളത്, ലോകത്തിൽ രണ്ട് ഈശ്വര സൃഷ്ടി ഒരേപോലെ ഇല്ല, രണ്ട് മനുഷ്യരെ ഒരേപോലെ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിനെ മറ്റൊരു പദാർത്ഥത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഘടകത്തിനെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിശേഷം എന്ന് പറയും. പശുവിനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുന്ന അതിൻ്റെ ആട കൊണ്ടിട്ടാണ്. അപ്പോൾ ആടയാണ് അതിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഓരോ മനുഷ്യനെയും വേർതിരിച്ച് നിർത്തുന്ന ഘടകമുണ്ട്. ആ വിശേഷ ഘടകമാണ് ഞാൻ ബോധമായിട്ട് നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നത്. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന ചിന്ത നമുക്കുണ്ടാകാൻ കാരണം ഈ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള വിശേഷമായിട്ടുള്ള ഈശ്വരൻ്റെ തന്നെ അഭിവ്യക്തിയാണ് നമ്മുടെ ഉള്ളിൽ. ഈശ്വരാംശം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ ശുദ്ധമായ അഹംബോധം ഈ കാണുന്ന എല്ലാ പ്രവൃത്തികളുടെയും കർത്തൃത്വം ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഭോക്തൃത്വം, അതിൻ്റെ ഫലം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതോടൊക്കെ ബന്ധപ്പെട്ട് അത് മലിനമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സൃഷ്ടിക്കുന്ന അഹങ്കാരം. അപ്പോൾ നമ്മുടെ സൃഷ്ടിയായിട്ടുള്ള അഹങ്കാരമാണ് നമ്മൾ മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്തുക. അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് അസൂയ, കുശുമ്പ്, മാത്സര്യം ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അസൂയയും കുശുമ്പും മാത്സര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ നമുക്കൊരിക്കലും മനസ്സിന് ശാന്തി ഉണ്ടാവില്ല. എപ്പോഴും മനസ്സ് അതൃപ്തമായിരിക്കും, തൃപ്തി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും സന്തോഷം ഉണ്ടാവില്ല, പിന്നെ നമുക്ക് നേടാൻ എന്തെങ്കിലും ഉണ്ടെന്നുള്ള അവശേഷിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അഹങ്കാരത്തെപ്പറ്റി നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം ഉണ്ട്. ആ ശുദ്ധമായ ഈശ്വര ചൈതന്യത്തിനെ ഈ വികാര വിചാരങ്ങളോടും ചിന്തകളോടും അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മകളോടും ബന്ധപ്പെടുത്തി അതിനെ മലിനമാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളോടൊക്കെ അവനെ കണ്ടുപഠിക്കുക, അവളെ കണ്ടുപഠിക്കുക എന്നൊക്കെ പറയുമ്പം വാസ്തവത്തിൽ അവരെ താരതമ്യപ്പെടുത്താൻ പഠിപ്പിക്കുകയാണ്. ഓരോ വ്യക്തിയും അവരുടെ ഉള്ളിൽ നൈസർഗികമായ ഒരു കഴിവുണ്ട്. ഉദാഹരണമായിട്ട് പ്രണയവിവാഹങ്ങളും അതേപോലെ തന്നെ വിവാഹമോചനങ്ങളും വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് രണ്ടുപേർ പ്രണയത്തിൽ ഏർപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ സ്വഭാവത്തിൻ്റെ നല്ല വശങ്ങളാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും പ്രകടിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അങ്ങനെയുള്ള ഏതാനും നല്ല വശങ്ങൾ പരസ്പരം കണ്ടിട്ടാണ് ഓരോരുത്തരും തൻ്റെ പ്രേമഭാജനത്തെ പറ്റിയുള്ള ഭാവനകൾക്ക് ചിറക് നൽകുന്നത്. എന്നാൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ കാണാത്ത മുഖങ്ങൾ കൂടി അവർക്കുണ്ട് എന്ന് കാണുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മുടെ പൂർവ്വകാലത്തൊന്നും തന്നെ പ്രണയവിവാഹങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നു പറയുന്നില്ല, ഉണ്ടായിരുന്നു എങ്കിൽ പോലും വളരെ കുറവായിരുന്നു. സാധാരണ മറ്റുള്ള വീട്ടുകാർ നിശ്ചയിക്കുന്ന വിവാഹമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് സുസ്ഥിരമായിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണെങ്കിലും ശരി, ആ വ്യക്തിയെ അപ്രകാരം തന്നെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം സ്ത്രീയും പുരുഷനും ഒരുപോലെ കൈക്കൊണ്ടിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ വിവാഹം കഴിക്കുന്നത് തന്നെ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മുഖത്തെ അഴുക്ക് നീക്കം ചെയ്യുന്നത്, അതുപോലെ തൻ്റെ ഇണയിൽ തൻ്റെ കുറവുകൾ കണ്ട് ആ ഇണയുടെ പെരുമാറ്റത്തിൽ നിന്ന് തൻ്റെ കുറവുകൾ മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാതെ മറ്റേ വ്യക്തിയെ നന്നാക്കാനുള്ള ശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റേ വ്യക്തിയെ മാറ്റാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്, തന്നെ മാറ്റാനല്ല. അപ്പോൾ തനിക്ക് എപ്പോഴും ആ ബന്ധത്തിൽ കൂടിയാണ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ബന്ധങ്ങളൊരു കണ്ണാടി പോലെയാണ്. അവിടെ നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു, അതിനെ നമുക്ക് തിരുത്താൻ അവസരം ഉണ്ടാകും. അത് രണ്ടുപേരും ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ജീവിത പങ്കാളിയെ ആ വ്യക്തിയുടെ എല്ലാ പരിമിതികളോടും കൂടി അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതം സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതിന് സാഫല്യത്തിലെത്തിക്കാൻ സാധിക്കും.
അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ മുൻധാരണകൾ വെച്ചുകൊണ്ട് നമ്മളൊരു വ്യക്തിയെ സമീപിക്കുന്നതിന് പകരം തുറന്ന മനോഭാവത്തോടെ സമീപിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഈശ്വരനാണ് നമുക്ക് തരുന്നത്, ഈശ്വരേച്ഛയാണ് നടന്നു കാണുന്നത്, അവിടത്തേക്കാൾ താഴ്ന്നു വരുന്ന ഒരു ഉപകരണമാണ് എന്നും കണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ അഹങ്കാരത്തെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് വലിയൊരു പരിധിവരെ ജീവിതത്തിന് ഒഴിവാക്കാൻ സാധിക്കും. ജീവിതം ശാന്തിപൂർണ്ണവും സന്തോഷപൂർണ്ണമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അഹംബോധത്തിൽ നിന്നുമാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. ഈശ്വര സ്മരണ കൊണ്ട് അഹംബോധത്തെ ശുദ്ധമാക്കാം. ശുദ്ധ അഹംബോധത്തിൽ അന്യചിന്തയില്ല. അന്യചിന്ത ഒഴിയുമ്പോൾ അഹങ്കാരവും ഇല്ലാതെയാകുന്നു. തുടർന്ന് നമുക്ക് ദീപാരാധനയ്ക്കായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. ജീവിതാനുഭവങ്ങളെ മാറി നിന്ന് വീക്ഷിക്കാനുള്ള കഴിവിനെയാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും മാറി നിന്ന് വീക്ഷിക്കാനുള്ള കഴിവ് സുഖദുഃഖങ്ങളെ സമചിത്തതയോടെ നോക്കിക്കാണാനും അതിജീവിക്കാനും സഹായിക്കും. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.